Good afternoon, all. Sorry, good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Yeah. So, ക്ലിയർ തന്നെ വെളിയിൽ വരുന്നു കേട്ടോ. എനിക്ക് ഓളും എവ്രി വണ്ണും രണ്ടും ഒരുമിച്ച് വന്നു. Okay. So, how are you all? എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ് മാം. സുഖാണ് മാം. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ ആണോ? വെരി ഗുഡ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ? അടിപൊളിയാണ്. ഓക്കെ, ഓർമ്മയുണ്ട്. ക്ലിയർ ആണ്? എല്ലാം ക്ലിയർ ആണ്? അതെ. എന്തൊക്കെയാണ് പറഞ്ഞത്? Noun, pronoun and verb. അല്ലേ? Then adjective പറഞ്ഞു. Okay? നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. റെഡിയാണോ? റെഡിയാണ് മാം. ഓക്കെ. ഇംഗ്ലീഷ് ക്ലാസ് മറ്റു ക്ലാസ്സിനെ പോലെ അല്ല കേട്ടോ. കുറച്ചൊരു ആക്റ്റീവ് ആയിട്ടിരിക്കുക, എല്ലാവരും സംസാരിക്കണം, അതൊക്കെ നിർബന്ധമാണ്. ഓക്കെ? ഓക്കെ ആണോ? ക്ലാസ് കേട്ടത് ക്ഷീണാണല്ലോ എല്ലാവർക്കും. ആണോ? എന്താണ് ഒന്നും മിണ്ടാതെ? അല്ല, എല്ലാം ടെക്സ്റ്റ് ആണ്. ഓക്കെ, ടൈപ്പിംഗ് ആണ്. ഒന്നും സംസാരിക്കുന്നില്ല. ടെസ്റ്റ് ഇല്ല മാം. ആ ടെക്സ്റ്റ് അല്ല ഉദ്ദേശിച്ചത് കേട്ടോ, ടൈപ്പിംഗ്. ഓക്കെ, നിങ്ങൾ ആക്റ്റീവ് ആണോ? ഫസ്റ്റ് അത് ചോദിക്കട്ടെ, ആക്റ്റീവ് ആണോ? സംസാരിക്കാൻ റെഡി ആണോ എല്ലാവരും? Yes, ma'am. Yes, ma'am. ഓക്കെ. സോ ഒന്ന് റിവൈൻഡ് ചെയ്യുക ആരെങ്കിലും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത പോർഷൻസ് ഒന്ന് റിവൈൻഡ് ചെയ്തേ. ആരാ ചെയ്യാം? അറിയൂ, ആരാ റിവൈൻഡ് ചെയ്യാം? ആരുമില്ല. സംസാരിക്കാൻ റെഡിയാണ്, പക്ഷെ റിവൈൻഡ് ചെയ്യാൻ നടക്കില്ല. മിസ് ഇംഗ്ലീഷിലോ ടെക്സ്റ്റ് ഇല്ലേ? ഇല്ലോ, ടെക്സ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇംഗ്ലീഷിൽ എക്സാമിനേ ഇല്ല, പിന്നെ എന്തിന്റെ ടെക്സ്റ്റ്? ഓക്കെ, സ്കിൽ ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം. ആരും അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. ആരാ പറയാ? എനിക്കത് റിവൈൻഡ് ചെയ്ത് കേൾക്കണം. ക്ലാസ്സിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ? നൗൺ, പ്രോണൗൺ, അഡ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആണ്. പക്ഷെ അതെന്താണ്, എങ്ങനെയാണ്, എക്സാമ്പിൾ, ഇതെല്ലാം ഒന്ന് പറയാം. ഓക്കെ? സിജ ബിനു. ആരാ പറയുന്നത്? ഷിബിലയാണോ? ഷിബില. മാം, ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്. ആണോ? മാം, ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിഷ പറയൂ, അതിനുശേഷം ഷിബില പറയൂ. ഓക്കെ? മാം, നൗൺ എന്ന് പറയുമ്പോ നെയിം ആണ്. ആയിഷ ഒഴികെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല, മനസ്സിലാകുന്നില്ല. ഓക്കെ, ആയിഷ പറയൂ. മാം, നൗൺ എന്ന് പറയുന്നത് നെയിം ആണ്. മീര അങ്ങനെ. അതിനുശേഷം പ്രൊനൗൺ എന്ന് പറയുന്നത് എന്താ പറയാ, നെയിമിനെ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഷീ, ഇപ്പൊ ഗേൾ ആണെങ്കിൽ ഷീ, ബോയ് ആണെങ്കിൽ ഹി, അങ്ങനെ.
എന്നിട്ട് പിന്നെ ആക്ഷനിൽ വേർബിന് വരുമ്പോ ആക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് ആക്ഷനും പിന്നെ ഒന്ന് സ്റ്റേറ്റും. അതുപോലെ പ്ലേ, വാക്ക്, ഡാൻസിങ് എന്ന് പറയുന്നതൊക്കെ ആക്ഷൻ ആണ്. മീൻസ് ബോയ് ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ആയിട്ട് വരും. അതുപോലെ എന്താ പറയാ, അതുപോലെ ഷീസ് ഡാൻസിങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ആക്ഷനിൽ പെടും. Okay. Then adjective. ഞാൻ എനിക്ക് അവിടെ വരെ മാത്രം ഓർമ്മയേ ഉള്ളൂ. Okay, adjective അറിയില്ല. Yeah. Okay, clear. Then Shibila. ഓക്കെ മാം. നൗൺ എന്ന് പറഞ്ഞാല് നാമം, നെയിം. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണ് പകരമായി യൂസ് ചെയ്യുന്നതാണ്. അതിന് ഉദാഹരണമാണ് ഷീ, ഇറ്റ്, ദേ, മീ ഒക്കെ. പിന്നെ വെർബ് ആക്സിലറി വെർബ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് വെർബ്. അതുപോലെ വെർബ്സ് നമ്മൾ ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ അഡ്ജക്റ്റീവ് നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. അതിനൊരു ഉദാഹരണമാണ് മീര. ഇതിൽ അഡ്ജക്റ്റീവ് വരുന്നത് സ്മാർട്ട് ആണ്. മീര ഈസ് എ സ്മാർട്ട് ഗേൾ എന്നുള്ളതിൽ അഡ്ജക്റ്റീവ് വരുന്നത് സ്മാർട്ട് ആണ്. Okay. ഇനി ആരാ പറയണം? നിങ്ങൾക്ക് പറയുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആകും. മനസ്സിലായോ? അപ്പൊ ആയിഷ ഓക്കെ പറയാന്ന് പറഞ്ഞു, അഡ്ജക്റ്റീവ് കുറച്ച് ഡൗട്ട് ഉണ്ടെന്ന് പറയാം. അത് പറഞ്ഞ ആ ടൈമിലാണ് ഡൗട്ട് ഉണ്ട്, അത്ര ക്ലിയർ അല്ല എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ അത് ഒന്ന് പറയൂ, ഷെയർ ചെയ്യൂ, ഒന്ന് പ്രസന്റ് ചെയ്യൂ. അഥവാ ഇനി മനസ്സിലായില്ല നൗൺ എന്ന് പറയുന്നത് ഒരു പേരിനെയോ അല്ലെങ്കിൽ നാമത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. പ്രോനൗൺ എന്ന് പറയുന്നത് നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. പേരിന് പകരമോ നമ്മൾ ഉപയോഗിക്കുന്ന അവൾ, അവൻ, ഷീ, ഹി അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പിന്നെ വെർബ് എന്ന് പറയുന്നത് പ്രധാനമായ 2 ടൈപ്പ് ഉണ്ട്, ആക്ഷൻ വെർബും സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആക്ഷൻ എന്ന് പറയുന്നത് നാം ചെയ്യുന്ന പ്രവൃത്തി. സ്റ്റേറ്റ് ബീങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്, സിറ്റുവേഷനും ഫീലിംഗ് അനുസരിച്ചായിരിക്കും സ്റ്റേറ്റ് ബീങ് എന്ന് പറയുന്നത്. പിന്നെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ ഉപയോഗിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ മീര ഈസ് എ ഗേൾ എന്ന് പറയുന്നത് മീര ഈസ് എ ഗേൾ, മീര ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുമ്പോൾ മീര എന്ന് പറയുന്നത് നൗണും സ്മാർട്ട് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവും ഗേൾ എന്ന് പറയുന്നതാണ് പ്രോനൗൺ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും? ഷിജു. യെസ് മാം. മാം, നോൺ എന്ന് പറയുന്നത് നാമത്തെയാണ്, പ്ലേസ് അല്ലെങ്കിൽ അനിമൽ, പേഴ്സൺ എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിട്ടാണ്. പ്രൊനൗൺ എന്ന് പറയുന്നത് ഷീ, ഹി, യു, വി നെയിമിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. പിന്നെ വെർബ് എന്ന് പറയുന്നത് ആക്ഷൻ വെർബ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് വെർബ് ഉണ്ട്. അപ്പോൾ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ എന്താണെന്നുള്ളത് അതിനെ സൂചിപ്പിച്ചിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് വെർബിനെ നമ്മൾ സിറ്റുവേഷൻ, ഫീലിംഗ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ആക്കി പറയുന്നത്. അഡ്ജക്റ്റീവ് എന്നുള്ളത് നൗണിനെയും പ്രൊനൗണിനെയും മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് പറയുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നത് ഇപ്പൊ ബേസിക് ആണ് കേട്ടോ. കാരണം നൗൺ എന്ന് പറയുന്നത് എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം നൗണിൽ തന്നെ നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്. അതുപോലെ പ്രൊനൗൺസ് ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ഉണ്ട്.
ഓക്കെ, വെർബ് ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷെ അത്രയും നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമില്ല. ഓക്കെ, നമ്മള് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനാണ്. സോ ആ സ്കിൽ ഇംപ്രൂവ്മെന്റിന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. അതായത് അതിനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടതായിട്ടൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നൗണിനെ കുറിച്ചോ പ്രോനൗണിനെ കുറിച്ചോ എക്സ്ട്രാ കുറച്ചുകൂടെ അറിഞ്ഞാൽ ഉള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരത്തില്ല. ഓക്കെ, ക്ലിയർ ആണ്? ഇപ്പൊ പ്രോനൗൺ ആണെങ്കിലും ഒരുപാട് പ്രോനൗൺസ് ഉണ്ട്, 9 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, pronoun is personal pronoun, interrogative pronoun, reflexive pronoun, emphatic pronoun, demonstrative pronoun, okay, relative pronoun, reciprocal pronoun. അങ്ങനെ 9 types of pronouns ഉണ്ട്. ഇത്രയും പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതൊന്നും എടുക്കാതെ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് noun, എന്താണ് pronoun, എന്താണ് adjective, എന്താണ് verb, എന്താണ് verb ആണെങ്കിലും വേറെ types of verbs ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഇത്രയൊക്കെ തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അത് ബേസിക് ആണ്. ക്ലിയർ ആണ്? അപ്പൊ അഡ്ജക്റ്റീവ് വരെയും എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആഡ്വേർബ് ആണ് കേട്ടോ. ആഡ്വേർബ് നോട്ട്ബുക്ക് എടുക്കുക, ജസ്റ്റ് എഴുതി വെക്കുക. ആഡ്വേർബ് എന്താണെന്ന് എഴുതി വെക്കുക. ആഡ്വേർബ്, അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ദെൻ ആഡ്വേർബ്. Adverb is also used to modify or describe. എന്തിനായിരിക്കും മോഡിഫൈ ചെയ്യാം? അഡ്ജക്റ്റീവ് നൗണിനെ ആണെങ്കിൽ adverb എന്തിനായിരിക്കും? No idea? Yeah, verb. Yes, verb-നെയാണ് ട്ടോ. Yeah, verb-നെയാണ്. It is used to modify or describe a verb. വെർബിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇത് കഴിഞ്ഞു. Adverb is a word that is used to modify or describe a verb. Adverb is a word that are used to modifies or describes a verb. ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതി നിൽക്കാം. അതിന് കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ എഴുതിയ കേട്ടോ, നോട്ട്ബുക്ക് എഴുതുക. Adverb is a word. Adverb is a word that is used to. Adverb is a word text ചെയ്തിട്ടുണ്ടേ. Adverb is a word that is used to modifies or describes a verb. ഒരു വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് adverb എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിള് നമ്മളൊരു വെർബിനെ ആയിരിക്കും അവിടെ എന്താ ഡിസ്ക്രൈബ് ചെയ്യുക. ഷി ഡാൻസസ് ബ്യൂട്ടിഫുള്ളി. ഷി ഡാൻസസ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ നന്നായി ഡാൻസ് കളിക്കുന്നു എന്ന് പറയാം. അപ്പോ അവളെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്, അവളെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത വേർഡ് അല്ല ബ്യൂട്ടിഫുള്ളി, അല്ലെ? ഡാൻസ്, അവൾ ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു. അവൾ ചെയ്ത പ്രവൃത്തി ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു.
അപ്പൊ ആ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് എന്താണ്? adverb ആണ്. Okay, she's a smart girl. She is a smart girl. Okay, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? പറയൂ, what's the difference between these two examples? പറയൂ, കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? Yeah. Second one is Yes, ma'am. adjective and the first one is adverb. Clear? Second one, our pronoun നെ modify ചെയ്തെങ്കിൽ the first one pronoun ആ ഒരു വ്യക്തി ചെയ്ത verb നെ modify ചെയ്തു. Yeah, correct. Clear? Okay, so let's make examples. adverb-ന് examples create ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും adverb-നെയും adjective-നെയും രണ്ടിനെയും കൂടെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യട്ടോ. ടെക്സ്റ്റ് ചെയ്യാം, എല്ലാവരും ചെയ്യണം. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അവരെല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ? adverb എന്താണെന്നും adjective എന്താണെന്ന് ക്ലിയർ ആണ്. സോ let's make example. The advanced gracefully, he writes neatly. Yeah. എന്നിട്ട് എല്ലാ എക്സാമ്പിൾസും നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. adverb-ന്റെ എക്സാമ്പിൾസ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യട്ടോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. This store opens frequently. Yeah. He is the smart boy. It's an adjective. Okay, an adjective ആണ് ട്ടോ. Nimmi, he is a smart boy എന്ന് പറയുന്ന adjective ആണ്. Okay. Yeah. adverb നുള്ള example പറയൂ. The baby slept peacefully. Yeah, correct. Sleeping എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ഇല്ല എന്ന് വിചാരിക്കെങ്കിലും അത് verb ആണ് ട്ടോ. ഉറങ്ങാല്ലേ, ഫിസിക്കൽ ആക്ഷൻസ് ഒന്നും അവിടെ ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊരു verb ആണ്. verb ആയിട്ട് നമ്മൾ കണക്കാക്കാം. Okay, then he's driving well. She sings beautifully. He dances beautifully. Yeah. Then example ആണല്ലോ ഇതാ. Then it's a beautiful flower. No, it's a beautiful flower means it's an adjective. Isha, adjective ആണ്. It's not adverb. She's playing very cute. She's playing very cutely. Yeah. He has a great voice. Yeah, it's an adjective. Yeah, correct. Adjective one. Yeah, he works hard. Works hard. Yeah, he works hardly or hard. He walks quickly. Yeah, correct. Then she's sleeping well. She's pretty. Yes. She's playing well. Okay. Is it cute learner? Yeah. Adjective learner. Then കഴിഞ്ഞോ? ഇത്രയുള്ള എക്സാമ്പിൾസ് ഇത്രയുള്ളോ? Mohanlal is a versatile actor. Yeah, the adjective ആണ്. She sings beautifully. BMW is a well-known sports filmmaker. Adjective ആണല്ലോ ഇതെല്ലാനും. She sings loudly. Yeah.
She sings beautifully, loudly. Yeah, okay. She's a good girl. Adjective. Okay. Adverb in example പറയുക adverb. She's a good girl. Should we here so? No. The word cat is on table. Word cat sits on the table. He is very good player. Okay. Then she is a singer. Adverb. She's singer. Adverb. Can sing. Is a writer. Yeah. She listened carefully. The children arrived late. The train arrived late. Yeah. She arrived yesterday. No. ഇതൊന്നും adjective അല്ലാന്നേ. അതിൽ വന്നു എന്ന് പറയുന്നതൊന്നും adjective അല്ല കേട്ടോ. She wrote nicely. Yeah, okay. She's a good singer. Correct ആണ്. The train arrived late അതും adjective അല്ല. Sorry, adverb അല്ല. അതായത് ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി മനസ്സിലായോ? അതിനെ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പറയുമ്പോഴാണ് അത് adverbിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ she sings beautifully നന്നായിട്ട് പാടി. പാട്ടിനെയാണ് നമ്മൾ പറഞ്ഞത്. അവള് പാടിയ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവളെ കുറിച്ചല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തിയെ കുറിച്ച് നമ്മള് കുറച്ച് മോഡിഫൈ ചെയ്ത് പറയുമ്പോ അത് adverb ആയിട്ട് മാറും. She sings well. ആ വെല്ലും adverb ആണ്. She sing a song. അവളൊരു പാട്ട് പാടി. ഇവിടെ adverb ഓ adjective ഓ ഒന്നും തന്നെയില്ല. മനസ്സിലായോ? I have a good handwriting. I have a good handwriting. No. Roshni, no. It's not adverb. അത് നമ്മുടെ കഴിവാണ്. മനസ്സിലായോ? adverb ആയിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് എന്നാ പറയുന്നത്. അത് കറക്റ്റ് അല്ല കേട്ടോ. She's a good player. She's a good player. Yeah, good പറയാം. Is cleaning room. No. അവിടെ ഒന്നുമില്ല. Okay. Yeah. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എക്സാമ്പിൾ പറയുമ്പോഴാണ് എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ കേട്ടോ. She danced gracefully. Yeah, she gracefully accepted the invitation on behalf of her older brother. Gracefully accepted. Yeah, അത് okay. Gracefully accepted. സ്വീകരിച്ചു. സ്വീകരിക്കുക. She has a small dog. Yeah, dogിനെയോട് modify ചെയ്തു. Yeah, okay. Clear? Is speaking. Visually. Yeah, clear.
ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? അഡ്വേർബ് ആൻഡ് അഡ്ജക്റ്റീവ് ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ചോദിക്കൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ എടുത്ത പോർഷൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ. ഓക്കെ, no one has any doubt? No? All clear? Yeah, clear. Okay. So, നമുക്കപ്പോ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നൗൺ ആയിക്കോട്ടെ, പ്രോനൗൺ ആയിക്കോട്ടെ, വെർബ് ആയിക്കോട്ടെ, അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ, അഡ്വർബ് ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എന്താണെന്നും നമുക്ക് ക്ലിയർ ആയി. ഇനി ഒരു സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാവും പറയൂ. ഒരു സെന്റൻസ് ഫുൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? പ്രപ്പോസിഷൻ കേട്ടിട്ടുണ്ടോ? പ്രപ്പോസിഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോ? എല്ലാവർക്കും പ്രപ്പോസിഷൻ അറിയോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ഉറങ്ങാണോ? ബോറടിക്കുന്നുണ്ടോ? ഉറങ്ങാണോ? നോ മാം. ആ നോയിലുണ്ട് ബോറിംഗ്. ബോറിംഗ് അല്ലല്ല, ബോറടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞോട്ടാ. പ്രപ്പോസിഷൻസ് അറിയില്ല മാം. അറിയില്ല. ഓക്കെ, പ്രപ്പോസിഷൻസ് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് പ്രപ്പോസിഷൻസ്. ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്, ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. നോ, ദിവ്യ ഇൻസമാർ അല്ല കേട്ടോ, അത് ഓക്സിലറീസ് ആണ്, പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എല്ലാവർക്കും അറിയാം. ഇൻ, ഓൺ, അറ്റ്, ഫ്രം, ടു, ഓഫ്, ബൈ, വിത്ത്, ബിസൈഡ്, ബിസൈഡ്സ്, എമംഗ്, ബിലോ, അണ്ടർ. ഓക്കെ, ഫ്രം, ഫോർ. അറിയോ? യൂസ് ചെയ്യാറില്ല? എല്ലാവരും യൂസ് ചെയ്യാറില്ലേ? ഓക്കെ, ഇതൊക്കെയാണ് പ്രപ്പോസിഷൻസ്. ഒരുപാട് പ്രപ്പോസിഷൻസ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം പറയാനൊന്നും പറ്റില്ല. എല്ലാം പറഞ്ഞാല് നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ പോകും. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട പ്രപ്പോസിഷൻസ് ഞാൻ ക്ലാസ്സിൽ പറയാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ പ്രപ്പോസിഷൻ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ അതിനോട് പറയാം. ഓക്കെ, she is eating under the table. Yeah, preposition is under. Yeah, under ഒരു പ്രപ്പോസിഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രപ്പോസിഷന്റെ ആവശ്യമുണ്ട്. പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മീനിങ്, നിങ്ങൾ ഉദ്ദേശിച്ച മീനിങ് നമുക്ക് കൺവേ ആകും. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പ്രപ്പോസിഷൻ ഉള്ളത് കേട്ടോ. നൗൺ ആൻഡ് പ്രോനൗൺ പൊസിഷൻ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ലിങ്കിങ് ആണ്, ഒരു ലിങ്കിങ് വേർഡ് ആണെന്ന് പറയാം. ഒരു സെന്റൻസിൽ നിന്ന് മറ്റൊരു സെന്റൻസിലേക്ക്, അല്ലെങ്കിൽ ഒരു വേർഡിൽ നിന്ന് മറ്റൊരു വേർഡിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യുന്നതാണ് പ്രപ്പോസിഷൻ. ഓക്കെ, അപ്പൊ കുറച്ച് പ്രപ്പോസിഷൻ മാത്രം ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഉണ്ട് കേട്ടോ, കുറച്ച് മീൻസ് അത്യാവശ്യം ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, നമുക്ക് അതിനെ കുറിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ മാം. ഓക്കെ, അപ്പൊ നോട്ട്ബുക്ക് എടുക്കൂ. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ കേട്ടോ. അതില്
First preposition ഏതാ? First preposition is in. In ആണ് ട്ടോ. In. With or. With അല്ല. In. In on at. ഈ മൂന്ന് പ്രപ്പോസിഷനും ഏകദേശം ഒരു കണക്ഷൻ ഉണ്ട്. സോ മോസ്റ്റ്ലി എല്ലാവർക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു പ്രപ്പോസിഷനും കൂടിയാണ് ഈ മൂന്നെണ്ണം. In on at. ഓക്കെ. Preposition എന്താണെന്ന് അറിയാലോ? Preposition is a word used to link a noun or pronoun with the other words in the sentence. സെന്റൻസിൽ പ്രോനൗണിനെയും അല്ലെങ്കിൽ നൗണിനെയും പ്രോനൗണിനെയും ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രപ്പോസിഷൻ. ഓക്കെ. ഡെഫിനിഷൻ ആയിട്ടൊന്നും പഠിക്കണ്ട. എന്താണ് പ്രപ്പോസിഷൻ എന്ന് അറിയാലോ? എന്തൊക്കെയാണെന്ന് പറയും. അത് മാത്രം മതി കേട്ടോ. മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇൻ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് അറിയോ? ഷീസ് ഇൻ ദ കോൾ. നോ ഷീസ് ഇൻ ദ കോൾ എന്ന് ഒരിക്കലും പറയില്ല. തെറ്റാണ്. ഓക്കെ. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ്. അത് ഈ പ്രപ്പോസിഷൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. കറക്റ്റ് അല്ല. ഐഷ തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം. അത് മനസ്സിലാവും. ഓൺ ആണ് കറക്റ്റ്. അത് കോൾ ആണ്. ഓക്കെ. സോ അതൊക്കെ ക്ലിയർ ആകും കേട്ടോ. പഠിച്ചു വരുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആകും. അപ്പൊ ഇന്ന് എവിടേക്കാ യൂസ് ചെയ്യാറ്? ബേസിക് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. കൺഫ്യൂഷൻ ആകെയുള്ളൂ. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എല്ലാ പ്രപ്പോസിഷനെ കുറിച്ചും പറയുന്നുള്ളൂ. ഓക്കെ. ടൈം ഓർ പ്ലേസ്. ടൈമിൽ ഒരിക്കലും നമ്മൾ എന്ത് പറയാറില്ല. പ്ലേസ് പറയും. പ്ലേസ് പറയൂ കേട്ടോ. പ്ലേസ് പറയാം. ഇൻസൈഡ് ആൻ ഒബ്ജക്ട് ആൻഡ് ഏരിയ. ഉള്ളിൽ എന്നൊരു മീനിങ്. അതാണ് ഉദ്ദേശിച്ചത്. അഭിനവ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇൻസൈഡ്. She's in the class. Okay. She's in the class. Okay ആണ്. She's in the room. Yes. Okay. Correct. ഉള്ളിൽ എന്നൊരു മീനിങ് ഇതിനുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ഉള്ളിൽ. ഇൻസൈഡ് എന്ന് പറയാം, ഇന്നെന്ന് പറയാം. അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ് നമുക്ക് ഇതിനുണ്ട്. അറിയാവുന്നതാണ്. സോ yellows in India. Correct. So ഞാനിപ്പോ പറയുന്ന കാര്യങ്ങള് പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം കേട്ടോ. They live in New York. കറക്റ്റ് ആണ്. അപ്പൊ പ്ലേസ് പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻ യൂസ് ചെയ്യാം. ഇപ്പൊ പ്ലേസ് ആയിക്കോട്ടെ, കൺട്രി ആയിക്കോട്ടെ, വില്ലേജ് ആയിക്കോട്ടെ, സിറ്റീസ് ആയിക്കോട്ടെ, എന്ത് ഒരു പ്ലേസിന്റെ പേരോടെ മെൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്ലേസ്. ഫസ്റ്റ് പോയിന്റ് ഈസ് പ്ലേസ്. Then നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും? Picture hanging in the wall. എന്തോ? A picture hanging in the wall. No, mistake ആണ്. Okay. Then അടുത്ത പോയിന്റ് ഏതാ? Months and or weeks. Months ഉം week ഉം പറയാൻ നമ്മള് in use ചെയ്യും കേട്ടോ. Months or week. Year പറയാൻ യൂസ് ചെയ്യും. ടൈം പറയാൻ യൂസ് ചെയ്യില്ല കേട്ടോ. ടൈം പറയാൻ യൂസ് ചെയ്യില്ല. എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? പ്ലേസ്, months or week, then year എഴുതിക്കോളും. Year. കറക്റ്റ് ആണ്. സീസൺ പറയാൻ യൂസ് ചെയ്യും. സീസൺ, place, months or weeks, years, season, then morning, afternoon, evening. Morning, afternoon, evening. Okay. ഇത് പറയാൻ നമ്മള് in use ചെയ്യാറുണ്ട്. Then
Enclosed space. Enclosed space means ഉള്ളിൽ എന്നൊരു അർത്ഥത്തിൽ വരുന്ന കേട്ടോ. അങ്ങനെ എഴുതിക്കോളൂ. Enclosed space. Then small vehicle. Okay, ഇത്രയും ബേസിസിലാണ് നമ്മൾ എന്താ in എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. Place, months, weeks, years, seasons, morning, afternoon, evening, enclosed space, or small vehicle. Okay? Point wise എല്ലാം എഴുതാം. ഇത് കഴിയുമ്പോൾ പറയാം. എക്സാമ്പിൾസ് പറയാം. ഓക്കെ? Yeah, clear. Place വെച്ചിട്ട് പറയാം നമുക്ക്. ഞാൻ കുറച്ച് പേരുടെ എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ he lives in France, he lives in India, he is in New York. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് പ്ലേസ് വരുമ്പോൾ നമുക്ക് in വെച്ച് പറയാം. He is in France, he lives in New York, she is in India, he lives in Delhi. എന്തോ അപ്പോൾ പ്ലേസ് വെച്ചിട്ട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾസ് എല്ലാം ടൈപ്പ് ചെയ്യണം. Okay, he is in India, he lives in New York. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എഴുതാലോ പേജില്. ക്ലിയർ ആണ്. Then month എങ്ങനെയാ നമ്മൾ പറയാ? I was born in March എന്ന് പറയാം. I was born in March. മന്ത് വരുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് in എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ഓക്കെ? If year ആണെങ്കിലോ I was born in 2000. We will start in March. Okay. അതുപോലെ തന്നെ ഇയറും പറയാം കേട്ടോ. I was born in 2000 പറയാം. Then ഓക്കെ, അപ്പോ മന്തും വീക്സും വീക്സ് നോക്കി ഈ രീതിയിൽ തന്നെ പറയാൻ പറ്റും. I will see you in 2 weeks എന്ന് പറയാം. I will see you in 2 weeks. ഇനിയും പറയാം. I will see you in 2 weeks. അപ്പൊ മന്ത്സും വീക്സ് എന്ന് വെച്ചുള്ള എക്സാമ്പിള്. Then സീസൺ ആണ്. സീസൺ എങ്ങനെയാ പറയാ? We wear woolen clothes in winter. There's rain in July. Okay. We wear woolen clothes in winter. അപ്പൊ സീസൺ പറയാൻ നമ്മൾ in preposition ആണ് യൂസ് ചെയ്യുക. We will get strawberries in this season. Yeah, okay.
Then next morning, afternoon, evening ആണ്. I will buy a new house in summer. Okay, correct. Next morning, she wakes up early in the morning. അപ്പോ in the morning, in the evening, in the afternoon എന്നൊക്കെ നമ്മൾ പറയാറ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് in എന്ന് പറയുന്ന preposition ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻക്ലോസ്ഡ് സ്പേസ്. എൻക്ലോസ്ഡ് സ്പേസ് യൂസ് ചെയ്യാം അങ്ങനെ പറയുന്നത് ഉള്ളിൽ എന്നൊരു പറയുന്ന മീനിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. ഒരു സ്പേസിന്റെ ഉള്ളിൽ ആണ്. ഇപ്പോ ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിനുള്ളിൽ ആപ്പിൾ അല്ലെ, ഫ്രിഡ്ജിൽ ഉള്ളിൽ ആപ്പിൾ ഉണ്ടെന്നാണ് അല്ലെ, ആപ്പിൾ ഉണ്ട്. ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്. അവിടെ ആ ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ചെയ്തൊരു സ്പേസ് ആണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് കേട്ടോ. The apples are in the fridge. Yeah, the book is in the bag. പറയാം. The pen is in my pocket. The pen is in my pocket. ഇതെല്ലാം enclosed space ആണ്. Okay. Then next small vehicle. അതായത് നമുക്ക് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത വെഹിക്കിൾ എല്ലാം സ്മോൾ വെഹിക്കിൾസ് ആണ് കേട്ടോ. അതും ഒരു കൺഫൈൻഡ് സ്പേസ് ആണ്. അപ്പൊ ഞാനിപ്പോ കാറിലാണ് എന്ന് പറയില്ലേ, ഐ മീൻ ദ കാർ എന്ന് പറയാം. ഇൻ ദ കാർ, ഞാൻ കാറിലാണ് എന്നൊരു മീനിങ് ആവുക കേട്ടോ. ഐ മീൻ ദ കാർ, ഞാൻ കാറിലാണ്. അപ്പൊ ചെറിയ എല്ലാ വെഹിക്കിളും നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. കാറായിക്കോട്ടെ, എന്താ കാറൊക്കെ ഈ ഒരു ചെറിയ വെഹിക്കിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്നാണ് യൂസ് ചെയ്യുക, ഞാൻ കാറിലാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ write the answer in your notebook. Write the answer in your notebook എന്ന് പറയുമ്പോ നോട്ട്ബുക്കിനുള്ളിൽ എഴുതാനാ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം, അത് നോട്ട്ബുക്കിനുള്ളിൽ. പക്ഷെ പേപ്പറിന്റെ മുകളിലാണെങ്കിൽ പ്രപ്പോസിഷൻ മാറും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ എക്സാമ്പിൾ എഴുതിക്കോളൂ. റൈറ്റ് ദ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക്. ഐ എം റൈഡിംഗ് ഇൻ ദ ബൈക്ക്. തെറ്റാണേ, ഐ എം റൈഡിംഗ് ഇൻ ദ ബൈക്ക് എന്ന് പറയില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, ഇൻ, ഓൺ, അറ്റ്, ഈ മൂന്ന് പ്രപ്പോസിഷനും തമ്മിൽ കണക്റ്റഡ് ആണ്. അത്യാവശ്യം കണക്ഷൻസ് ഉണ്ട്. സോ അത് മൂന്നും പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിനെ കണക്ട് ചെയ്ത് കുറച്ചുകൂടെ കമ്പയർ ചെയ്തൊക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പൊ ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ കറക്റ്റ് ആയിട്ടെല്ലാം പറയും. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അത്യാവശ്യം ഡൗട്ട്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ക്ലിയർ ചെയ്യാം നമുക്ക് അടുത്ത പ്രപ്പോസിഷൻ എടുക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ റൈറ്റ് ദ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക് അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ നോട്ട്ബുക്കിനുള്ളിൽ എഴുതുക എന്നൊരു മീനിങ്ങിലാണ് പറയാം. കാർ, ഇപ്പോ സ്മോൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ വി ആർ ഇൻ ദ കാർ, ഞങ്ങൾ കാറിലാണ് എന്ന് വരും. Then ഇനി എന്താ, മന്ത് ആണെങ്കിലോ ഷീ ജോയിൻഡ് അവർ കമ്പനി ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റിലാണ് ഞങ്ങൾ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ഇത്രയൊക്കെയാണ് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ബേസിക് ആയിട്ടും യൂസ് ചെയ്യുന്നത് ഇവിടെയൊക്കെയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ ആണോ? കുറച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആണോ? ഒരാൾക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ, ബാക്കി ആർക്കും ക്ലിയർ ആയില്ല. ക്ലിയർ ആണ്? യെസ്. ഒരു കാര്യം ചെയ്യൂ, ഇനി വെച്ചിട്ട് ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഇവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവരും എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ, ടെക്സ്റ്റ് ചെയ്യും എന്നിട്ട് കേട്ടോ എല്ലാവരും.
ഓക്കെ, എക്സാമ്പിൾസ് പറയും എല്ലാവരും. ഫെസ്റ്റിവൽ എന്ന് യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം, ക്ലിയർ ചെയ്തല്ല കേട്ടോ. ഫെസ്റ്റിവൽ യൂസ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് ഞാൻ പറയാം. കാരണം ഇപ്പൊ വേറെ പ്രൊപ്പോസിഷനെ കുറിച്ച് പറഞ്ഞാല് അത് കുറച്ചൊരു ഡൗട്ട് ആക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തെ. എന്ത് ക്ലിയർ ആക്കൂ, അതിനുശേഷം നമുക്ക് എല്ലാം പഠിക്കാം, വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ഒന്നും പറയൂ എല്ലാവരും. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. പെട്ടെന്ന് പോരട്ടെ. നെക്സ്റ്റ് ചെയ്യലാണ്. I eat breakfast in the morning. There was a pony. Yeah, correct. Then I will get back to you in 2 weeks. Yes. Then cat in the box. I will meet you in the morning. Yeah. She works in an office. Correct. Veg kept in the fridge. She is in the kitchen. Yeah. The meeting is at ഇവിടെ എവിടെ ഇന്ന് സുഹ ഇന്നാണ് കേട്ടോ വേണ്ടത്. Yeah, okay. She lives in a big house. Yeah. Flower is in the table. He's in the table. Strong. That's down the door. I woke up. Wake up on this day. Yeah, I wake up in the morning. I was born in March. The cat is in the box. Yeah. Clear. Having her phone number saved in your phone. Saved in your phone. Yeah. Yesterday my brother arrived in the scooter. No. Mistake. Scooter on in use it. No. Okay. Clear. So അത്യാവശ്യം എല്ലാം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഓണം അച്ഛൻ കൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും, വ്യക്തമാകും കുറച്ചുകൂടെ. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. ബോറടിച്ചോ? ബോറിംഗ് ആയിരുന്നോ? ആണോ? പൊതുവെ ഞാൻ ചോദിക്കാൻ കാരണം പൊതുവെ എക്സാമിന്റെ ക്ലാസ് ബോറിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഈ ചോദിക്കുന്നത് ബോറടിക്കുന്നുണ്ടോ, വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കാരണം അതാണ്. ബോറിംഗ് അല്ല. ഓക്കെ, so that's all. Let's wind up today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.